ചോദിക്കുന്നതിന് മറുപടി പറയാതെ തല്ലാൻ നോക്കുന്നതേ അത്ര മിടുക്കൊന്നുമല്ല. എടാ മറുപടി എത്ര തവണ പറഞ്ഞു ഞാൻ, ഇനിയും പറയാം. വെറും മനുഷ്യത്വം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. ഓഹോ, എനിക്കറിയേണ്ടത് അതല്ല. ഹെൽപ്പ് ചെയ്യാൻ പോയ ഒരാൾ എന്തിനത് രഹസ്യമാക്കി വെച്ചു? മിനിമം 2 ദിവസം അഡ്മിറ്റ് ആവേണ്ടതാണ്. പിന്നെ ജോർജ് സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങളെ പോകാൻ അനുവദിക്കുന്നത്. താങ്ക് യു ഡോക്ടർ. ഫാർമസിയിൽ നിന്ന് ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ വാങ്ങിക്കോളൂ. അടുത്ത ആഴ്ച വന്ന് കാണുകയും വേണം. ഓക്കെ? ശരി ഡോക്ടർ. ചായ. വസുമതിക്ക് ചായ വേണോ? ഇപ്പൊ വേണ്ട. വസുമതി ചേച്ചിക്ക് ചായയോ മറ്റോ വേണമെങ്കിൽ എടുത്ത് കുടിക്കാലോ. ഇത് വസുമതി ചേച്ചിയുടെ കൂടെ വീടല്ലേ? അതെനിക്കറിയാം. ഞാനും ഇതെന്റെ സ്വന്തം വീടായിട്ടാ കാണുന്നത്. അതെ, ഞാൻ ഇറങ്ങാം. I'll be there in 10 minutes. അതെ, ഓഫീസിലേക്ക് വരുന്ന വഴിയാ. ഓക്കെ ഓക്കെ. മോളെ, നീ ഇതെങ്ങോട്ടാ? ആ ചെറിയച്ച ഓഫീസ് വരെ ഒന്ന് പോണായിരുന്നു. ഹോസ്പിറ്റലൊക്കെ നിന്ന് ക്ഷീണിച്ച് വൈകിയല്ലേ നമ്മള് വീട്ടിലെത്തിയത്. ഇന്നിവിടെ നിന്ന് റെസ്റ്റ് എടുക്കായിരുന്നല്ലേ? അതല്ല ചെറിയച്ച, ഇന്ന് പോണ്ട ഒരു എമർജൻസി ഉണ്ട്. കിരണിപ്പോ എങ്ങനെയുണ്ട് പൂർണിമേ? ഇപ്പൊ കുഴപ്പമില്ല ചെറിയമ്മേ. എന്തോ ഭാഗ്യത്തിനാ ആ രാത്രി ദുർഗയ്ക്ക് അവിടെ ചെല്ലാൻ തോന്നിയത്. ദുർഗ ചെല്ലുമ്പോ രക്തത്തിൽ കുളിച്ചടക്കുന്ന കിരണിനെ എങ്ങനെയോ ദുർഗ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് കിരണിന് ബ്ലഡ് എമർജൻസി ആയിട്ട് വേണ്ടി വന്നു. ഞാനും ദുർഗയൊക്കെ കുറെ അന്വേഷിച്ചു, എന്നിട്ടൊന്നും കിട്ടിയില്ല. അവസാനം ദൈവദൂതനെ പോലെ ആരോ ഒരാൾ വന്ന് ബ്ലഡ് തന്നു. എന്നാലും ആരായിരിക്കും കിരണിന് ബ്ലഡ് കൊടുത്തത്? അറിയില്ല എനിക്ക്. ആരാണെങ്കിലും അവരെ ഒന്ന് കണ്ട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതിന് സാധിച്ചില്ല. ഇനി അതിന്റെ ആവശ്യമില്ല. ആളെ തപ്പി കഷ്ടപ്പെടണ്ട. ദേ, ഇവിടെ തന്നെ ഉണ്ട്. നന്ദി പറഞ്ഞോളൂ. പൃഥ്വി, നീ എന്തേ പറയുന്നേ? സത്യമേ, അച്ഛൻ ഒറ്റ എടുത്തനാ കിരണ് ബ്ലഡ് കൊടുത്ത് രക്ഷിച്ചത്. അത് പിന്നെ ആ നേരത്ത് ആരും അറിയാതിരിക്കാനേ പേരും അഡ്രസ് എല്ലാം മാറ്റി കൊടുത്തിരിക്കുന്നത്. വേണ്ട, നിർത്ത്. വെറുതെ ഓരോന്ന് വിളിച്ച് പറയല്ലോ നീ. വേണ്ട അച്ഛാ, അഭിനയിക്കണ്ട. എല്ലാം നേരിട്ട് ബോധ്യപ്പെട്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. ചെറിയച്ച, പൃഥ്വി പറയുന്നത് സത്യമാണോ? മോളെ, ഞാൻ കണ്ട ആ മുഖം കണ്ടില്ലേ? എന്താ സത്യം എന്നാ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? നോക്ക്. എന്താ ചെറിയച്ച മിണ്ടാത്തത്? സത്യമാണോ ഇതൊക്കെ? ചെറിയച്ച, ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തിനാ എന്നെ പോലും മറച്ചത്? ചോദിക്കുക ചേച്ചി. എങ്ങനെ പറയും? നിന്നോട് പറഞ്ഞ ആ കിരൺ ഇങ്ങയുടെ മകനാണോന്ന് നിനക്ക് ഡൗട്ട് തോന്നിയാലോ ഓർത്തു കാണും. ചന്ദ്ര, വെറുതെ വായി വരുന്ന പോലെ സംസാരിക്കരുത് നീ. കിരൺ ആരായാലും ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളല്ലേ. അവനൊരു ആപത്ത് വരുമ്പോ സഹായിക്കേണ്ടത് ഇവിടെയുള്ള ഓരോരുത്തരുടെയും കടമയല്ലേ. എന്നാലും ഒളിച്ചും മറിച്ചും കള്ളനെ പോലെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതെ, പൂർണ്ണ ചേച്ചി പറഞ്ഞ പോലെ ഒളിവും മറവും ഇല്ലാതെ സഹായിക്കാലോ. എന്തേ മിണ്ടാത്ത? എന്തേ മറുപടി പറയണം. നീ ഒന്ന് നിർത്തിക്ക. എന്തിനാ നീ ഇങ്ങനെ ഒച്ചെടുക്കുന്നേ? എടാ, ഞാൻ നിന്റെ അച്ഛനാ, അല്ലാതെ മോനല്ല. ചെറിയച്ച, നീ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല.
ശരി, പൃഥ്വിയോട് പറയണ്ട, എന്നോട് പറയണം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങൾ എന്തിനാ ഈ കള്ളത്തരം കാണിച്ചെന്ന് എനിക്ക് അറിയണം. ചന്ദ്രമതി, അതെ, ചേച്ചിയോട് മഹിയേട്ട മറുപടി പറഞ്ഞേ പറ്റൂ. പറ മഹിയേട്ടാ, നിങ്ങൾക്കോ കിരണും തമ്മിൽ എന്താ ബന്ധം? എടി ഒന്നുമില്ലെന്ന്. ചെറിയമ്മേ, അത് വിട്. അവരെ ഹെൽപ്പ് ചെയ്താണെന്ന് ചെറിയച്ചൻ പറഞ്ഞല്ലോ. പുനമേ വേണ്ട. ഇത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള കാര്യം. ദയവേത് നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. ദേ, പിന്നെ കിരണിനോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ എനിക്ക് ഇതിനു മുമ്പ് സംശയം തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതെ, എന്റെ സംശയം ശരിവെക്കുന്ന രീതിയിലാണ് നിങ്ങൾ പെരുമാറിയിരിക്കുന്നത്. എടി, നിങ്ങളോ കിരണും തമ്മിൽ എന്താ ബന്ധം? അവന്റെ അച്ഛൻ നിങ്ങളാണോ? എടി, അച്ഛാ. ഇനി ഒരു അക്ഷരം നീ മിണ്ടിയ എന്റെ സ്വഭാവം മാറും. ചോദിക്കുന്നതിന് മറുപടി പറയാതെ തല്ലാൻ നോക്കുന്നതേ അത്ര മിടുക്കൊന്നുമല്ല. എടാ, മറുപടി എത്ര തവണ പറഞ്ഞു ഞാൻ? ഇനിയും പറയാം. വെറും മനുഷ്യത്വം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. ഓഹോ, എനിക്കറിയേണ്ടത് അതല്ല. ഹെൽപ്പ് ചെയ്യാൻ പോയ ഒരാൾ എന്തിനത് രഹസ്യമാക്കി വെച്ചു? എന്തുകൊണ്ട് അഡ്രസ് മാറ്റി കൊടുത്തു? പറ. മറുപടി പറയണ അച്ഛാ. എടാ, ഇത് നിന്റെ അമ്മ അറിഞ്ഞാ ഇതുപോലെ പ്രശ്നം ഉണ്ടാവും എനിക്കറിയാം. അതുകൊണ്ടാ പറയാറുന്നത്. ഓ, അപ്പൊ എല്ലാം അറിയായിരുന്നു. വീട്ടിൽ പ്രശ്നമാവുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യാൻ പോയേ? അല്ല, ഇപ്പൊ എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? ഞാൻ സഹായിച്ചിട്ട് നിങ്ങളോടൊക്കെ പറയാറുന്നതോ, അതോ സഹായിച്ചത് കിരണായതുകൊണ്ടോ? അച്ഛൻ ഞങ്ങളെ മറിച്ച് സഹായിച്ചതും ആ സഹായിച്ച ആൾ കിരൺ ആയതും തെറ്റ് തന്നെയാ. ഇതാ തെറ്റാണെങ്കിൽ ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? ഞാനെന്താ കൊലപാതകം ചെയ്ത പോലാണല്ലോ അമ്മയും കൂടെ ചോദ്യം ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് എനിക്കറിയാം. എന്നെ ആരും ഭരിക്കാനും പഠിപ്പിക്കാനും വരണ്ട. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചെയ്യും. ഞാനും എന്റെ മകനും അതേക്കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ലല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അത് പറഞ്ഞ എന്നെ ടോർച്ചർ ചെയ്തില്ല. പിന്നെ ഞാൻ നിങ്ങളെ ടോർച്ചർ ചെയ്തെന്നോ? നിങ്ങൾ എന്നോട് ചെയ്ത ദുഷ്ടത്തരത്തിന് ഞാനല്ലേ ഇല്ലാതാവേണ്ടത്? എടി, നീ എന്തെങ്കിലും ചെയ്യ്, പോ.